നമസ്കാരം. ഒരു കാലയളവിൽ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തയാണ് അജ്ഞാതർ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളെയും ഒക്കെ കൊന്നൊടുക്കുന്നു എന്നത്. അതിന്റെ വലിയൊരു പഴി ഇന്ത്യ ചുമക്കേണ്ടി വന്നിട്ടുമുണ്ട്. കനേഡിയൻ പാർലമെന്റിൽ കാനഡയുടെ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ തന്നെ ഇന്ത്യക്കെതിരെ പരസ്യമായ ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ഉലയുകയും ചെയ്തിരുന്നു. ഇന്ത്യ അന്നും ഇന്നും കാനഡയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായ തെളിവ് തരൂ, തെളിവ് തന്നതിന് ശേഷം അന്വേഷണത്തിലേക്ക് കടക്കാം, അല്ലെങ്കിൽ അന്വേഷണത്തിന് ഇന്ത്യ സഹകരിക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെയും ഈ ഹർദീപ് സിംഗ് നിജാർ ഉൾപ്പെടെയുള്ള ഖാലിസ്ഥാനിവാദികളുടെ കൊലപാതകത്തിൽ കൃത്യമായ തെളിവ് നൽകാൻ കാനഡയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും കാനഡ ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനും ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന അജ്ഞാത കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ്, ഇന്ത്യ തങ്ങളുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്നു തുടങ്ങിയ വിമർശനങ്ങളൊക്കെയുമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചത്. ഇതിനവരെ പ്രേരിപ്പിച്ചത് ഈ സിയാൽകോട്ടിലും രാവൽകോട്ടിലും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള 2 പേരെ ഇന്ത്യൻ ഏജന്റുമാർ കൊലപ്പെടുത്തി എന്നുള്ള കണ്ടെത്തൽ നിന്നുമാണ്. ഇത് പാകിസ്ഥാന്റെ മാത്രമായ ഒരു കണ്ടെത്തലായിരുന്നു. ഇതിന് തങ്ങളുടെ പക്ഷം തെളിവുണ്ട് എന്ന് പാകിസ്ഥാൻ നിരന്തരം പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു അന്താരാഷ്ട്ര വേദിയിലും ആ തെളിവ് നിരത്താൻ പാകിസ്ഥാന് ഈ നിമിഷം വരെയും സാധിച്ചിട്ടില്ല. എന്തായാലും പാകിസ്ഥാന്റെ ഈ ആരോപണങ്ങൾക്കൊക്കെ ഇന്ത്യ ഇപ്പോൾ കൃത്യമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ്. സ്വന്തം ദുഷ്പ്രവർത്തികൾക്ക് പാകിസ്ഥാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നും ഇത് അവരുടെ തെറ്റിനുള്ള ന്യായീകരണമോ പരിഹാരമോ ആവില്ല എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ ആണ് പറഞ്ഞിരിക്കുന്നത്. പാക് പൗരന്മാരെ ഇന്ത്യൻ ഏജന്റുമാർ വധിച്ചു എന്നുള്ള ആരോപണം അത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഉണ്ടാക്കി വിടുന്നതാണ്. പാകിസ്ഥാൻ വിതച്ചതാണ് അവരിപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദത്തിന്റെയും സംഘടിത കുറ്റകൃത്യത്തിന്റെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിവുള്ള കാര്യമാണ്. ഇതിന്റെ പരിണിത ഫലങ്ങൾ പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇന്ത്യയും മറ്റ് പല രാജ്യങ്ങളും അവർക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നും, എന്നാൽ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഇന്ത്യ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും, ഒരു രാജ്യത്തിന്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്ന ഒരു പ്രവൃത്തിയും ഇന്ത്യ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഈ ഒരു വക്താവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇത് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. പ്രത്യേകിച്ചും കാനഡ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഈ സമാനമായ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ US മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ പക്കലുള്ള തെളിവും മറ്റും നിരത്തിക്കൊണ്ട് അതിൽ ഇന്ത്യയും സഹകരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാനഡയും പാകിസ്ഥാനും ഒക്കെ ചെയ്യുന്നത് അടിസ്ഥാനരഹിതമായ, അല്ലെങ്കിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് ഹാജരാക്കാതെ നിരന്തരമായി അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇതിനാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് തക്കതായ മറുപടി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.